Hi all, magic morning. Magic morning. Magic morning. Okay. അപ്പൊ എല്ലാവരും നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ഹാപ്പിനെസ്സോട് കൂടെ ഇരിക്കുകയായിരുന്നു അല്ലെ? Magic morning. ഓക്കെ. ജസ്റ്റ് ചാറ്റ് ബോക്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്തോളൂ കേട്ടോ. അതായത് നമ്മുടെ മാജിക് മോർണിംഗ് നമുക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. ഫൈൻ. അപ്പം ഇന്ന് നമുക്ക് പുതിയൊരു ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറും അതുപോലെ തന്നെ സിവിൽ സർവീസ് കോച്ചും കൂടെ ആയിട്ടുള്ള ഷമീന സക്കീർ മാമിന്റെ സെഷനാണ് വരുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ ഇഷ്ടം, അതായത് സെൽഫ് ലവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മാം ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. മാം ഓക്കെ ആണെങ്കിൽ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? I think there is an issue with my camera. ഇന്ന് പെട്ടെന്നുണ്ടായതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോൺ വഴി ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ഞാൻ സ്ലൈഡ്സ് സെൻഡ് ചെയ്താൽ നിങ്ങൾക്കത് പ്ലേ ചെയ്യാവോ? ഞാനൊന്ന് നോക്കട്ടെ. സ്ലൈഡ്സ് ഇതിനകത്തും ക്യാമറ എൻ്റെ ഫോണിലായാലും ബുദ്ധിമുട്ടാവില്ലേ? ഓഡിയോ രണ്ടിൽ നിന്നും പോകുന്ന ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ടോന്ന് ഡൗട്ട് ഉണ്ട് എനിക്ക്. സോറി ഇൻ അഡ്വാൻസ്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിനു മുൻപ് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ക്ലാസ്സസ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നതാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. മാം എന്തായാലും ട്രൈ ചെയ്യൂ. ഓക്കെ, അപ്പം നമ്മുടെ മാം എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ, ഫൈൻ. അപ്പം ഇന്നത്തെ സെഷൻ മൈസെൽഫിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പോകുന്നത് മാം ആണ്. സോ സ്റ്റാർട്ട് ചെയ്തൂടെ മാം? സെമിന മാം ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ ആണോ മാം? വന്നോളൂ. ഓക്കെ, ഫൈൻ. മ്യൂട്ടാണ്. ഓക്കെ റെഡി. ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ കേട്ടോ. മാമിനെ ഹോസ്റ്റ് ആക്കേണ്ടി വരും. അതെ, എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാം. ഒരു ഡിവൈസിന്റെ സൗണ്ട് ഒന്ന് ഓഫ് ആക്കിയാണ്, ഏതെങ്കിലും ഒന്ന്. ഇപ്പൊ ഓക്കെ ആണോ? റെഡിയാണ്. എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാമോ? സ്ക്രീൻ ഷെയർ ചെയ്യാമായിരുന്നു. ഇപ്പൊ റെഡിയാക്കി തരും കേട്ടോ. ഓ, ചെയ്തിട്ടുണ്ട് മാം. ഇപ്പൊ എന്നെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലയോ? കാണാം. ഓക്കെ. Good morning all.
ഏറ്റവും പോസിറ്റീവായ ഒരു കമ്മ്യൂണിറ്റി. റിയലി ഇൻട്രസ്റ്റിംഗ്. എന്റെ പേര് നിങ്ങൾക്ക് അറിയാം, ഷമീന സക്കീർ. ഒരുപാട് ഇൻട്രോ അങ്ങനെയൊന്നും സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ എൻറിച്ച്ഡ് ആയിട്ടുള്ള കുറെ സോൾ. എനിക്ക് അതാണ് നിങ്ങളിൽ കാണാൻ പറ്റുന്നത്. മെഡിറ്റേഷന്റെ ഇടയിൽ വെച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തതെങ്കിൽ പോലും ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. ഞാനും അറിയാതെ, എന്റെ പോലും പെർമിഷൻ ഇല്ലാതെ ഞാൻ അതിലങ്ങ് അലിഞ്ഞുപോയി. ഇറ്റ്സ് റിയലി ഗുഡ്. ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാല് ഇത്രയും ഡേയ്സ് ആയിട്ട് ശരിക്കും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് സ്വന്തത്തെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ നിങ്ങൾക്ക് വേണ്ടി രാവിലെ തന്നെ ചാർജിങ് ആണ്. എനിക്ക് മേ ബി നിങ്ങളോട് ഒന്നും പുതുതായിട്ട് പറയാനേ ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ഒരു ചിറ്റ്ചാറ്റ് മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി. സ്വന്തത്തെ ഇഷ്ടപ്പെടുന്ന ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈൻ ആയിട്ട് കാണാനൊക്കെ തോന്നുന്ന ഒരു സംഭവം. നമുക്ക് പല NGOs ഉണ്ട്, പല കമ്മ്യൂണിറ്റികളുണ്ട്, പല ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ പല ഹയറാർക്കി ഇഷ്യൂസ് ഉണ്ടാവാം, പല ഈഗോ ഇഷ്യൂസ് ഉണ്ടാവാം. പക്ഷെ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് കൂടുന്ന കുറച്ച് ആളുകൾ. അപ്പൊ ഞാൻ നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോ പരസ്പരം സ്നേഹിക്കുക, സ്വയം ഇഷ്ടപ്പെടുക, അതിനു വേണ്ടി നിങ്ങൾ കൂടുന്നു. അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് എനിക്ക് മേ ബി ഒന്നും പറയാനുണ്ടാവില്ല, എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാനായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണാം. നിങ്ങൾ പലരും ചിലപ്പോൾ മേ ബി നിങ്ങളാവാൻ സാധ്യതയില്ല, ബെഡിലായിരിക്കാം. ഏത് വിധേനയാണെങ്കിലും ആ ഒരു ടൈം നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. പലരും ഇപ്പൊ ഉറങ്ങായിരിക്കും അല്ലെ, ലേറ്റ് ആയിട്ട് കിടന്ന് ഒട്ടും ഹെൽത്തി അല്ലാതെ. നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു മേ ബി ചൈൽഡ്ഹുഡ് ആയിട്ട് തന്നെ, ചെറുപ്പം മുതലായിട്ട് തന്നെ ശീലിക്കുന്നവരാവാം. അല്ലെങ്കിൽ പിന്നീട് ലൈഫിൽ പല തിരിച്ചറിവ് കൊണ്ട് ബോധോദയം ഉണ്ടായി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഷെഡ്യൂൾ ആവാം. ഏർലി മോർണിംഗ് ബേർഡ്സ്. യു ആർ റിയലി അപ്രീഷിയേറ്റഡ്. റെസ്പെക്ട് ഫ്രം മൈ സെൽഫ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് ലവ് ആണ്, അല്ലേ? ഇതിൽ തന്നെ നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിൽ തന്നെ ഇത്തിരി നെഗറ്റീവിൽ നിന്ന് നമുക്ക് നമ്മളിലേക്ക്, നമ്മൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ടോക്സിക് പോസിറ്റിവിറ്റി. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് ടോക്സിക് പോസിറ്റിവിറ്റി? കേട്ടിട്ടുണ്ടോ എന്നല്ല, സോറി, നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ടോക്സിക് പോസിറ്റിവിറ്റിയെ കുറിച്ച് എല്ലാവരും രാവിലെയുള്ള ബഹളങ്ങൾ മേ ബി അവിടെ പലയിടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. ബുദ്ധിമുട്ടില്ല എങ്കിൽ, കുഞ്ഞുണരുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കാം. എന്താണ് ടോക്സിക് പോസിറ്റിവിറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് മനസ്സിൽ വരുന്നത്? അതൊന്ന് പറയാം. നമ്മളെ ചിന്തകളിലും സംസാരത്തിലും ഈ പോസിറ്റിവിറ്റി കാണും, പ്രവൃത്തികളിൽ ചിലപ്പോ അത് കാണില്ല, അതായിരിക്കും. ഗുഡ് അറ്റംപ്റ്റ്. എന്ത് കാര്യത്തിനും ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പോസിറ്റീവ് അല്ലെങ്കിൽ സെൽഫ് ലവ് ആണ്. എല്ലാവരും ഒന്ന് പറയൂ. വേറെ ആർക്കെങ്കിലും മറ്റൊരു അഭിപ്രായം ഉണ്ടോ? എന്താണെങ്കിലും പറഞ്ഞു, ഫീൽ ഫ്രീ. അതാണ് ഇവിടെ ഏറ്റവും കാര്യം, അല്ലെ? പറഞ്ഞോളൂ സിന്ധു മാം, പറയൂ. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴും അതിലും ഒരു നെഗറ്റീവ്
ടോക്സിക് ഇത് ഒരു നമ്മളൊരു വിഷാംശത്തെ പുറത്തുള്ള ഒരു അങ്ങനത്തെ ഒരു ഇതില് നമ്മളെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴും നെഗറ്റീവ് തോട്ട്സുകൾ വരുന്നതാണ്. അങ്ങോട്ട് അടുക്കുന്നുണ്ട്. ഈ ടോക്സിക് പോസിറ്റിവിറ്റിയുടെ എന്താണ് ഒരു അക്യുറേറ്റ് ഡെഫിനിഷൻ ഒന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഇത് രണ്ട് വേർഡ്, ടോക്സിക് എന്ന് പറഞ്ഞാൽ വിഷം, പോസിറ്റിവിറ്റി എന്നാണ് പോസിറ്റിവിറ്റി. എന്നാൽ നമുക്ക് ഇന്ന് ഇതിന്റെ ഒരു പ്രത്യേക സൈഡ് ഡിസ്കസ് ചെയ്യാം. സൊസൈറ്റി പറയുന്നു ഇന്നതാണ് പോസിറ്റീവ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ സൊസൈറ്റിയുടെ അഡിക്ഷൻ ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും, അല്ലെ? സൊസൈറ്റി ഇന്നത് പറയുമ്പോ അത് അതുപോലെ അനുസരിക്കുക. നമ്മൾ അറിയാതെ നമ്മൾ അതിനെ ഒരു പാഠപുസ്തകമായിട്ട് കാണുന്നുണ്ട് പലപ്പോഴും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും പെൺപിള്ളേരോട് പറയും പഠിച്ച് ടീച്ചറാവും. ടീച്ചിങ് ഈസ് എ ഗ്രേറ്റ് ജോബ്. ഒന്നും പറയുന്നു. അവരാണ് വലിയ വലിയ ലെജൻസിനെ നിർമ്മിക്കുന്നത്, ഇമ്പാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ്, ടീച്ചിങ് എന്ന പ്രൊഫഷനിന്റെ നെഗറ്റീവ് സൈഡ് അല്ല ഞാൻ പറയുന്നത്. നീ TTC എടുത്തോ, അവര് TTC അല്ലേ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നീ ഡോക്ടർ ആവ്, നിന്റെ ഫാമിലിയിലുള്ള പലരും ഡോക്ടേഴ്സാണ്. നീ എന്തിനാണ് പാട്ട്, ഡാൻസ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്? അതായത് സൊസൈറ്റി എന്താണോ പോസിറ്റിവിറ്റി എന്ന് കാണിക്കുന്നത് അത് നമ്മിലും അല്ലെങ്കിൽ നമ്മുടെ മക്കളിലോ നമ്മുടെ സിബ്ലിങ്സിനോ സഹോദരങ്ങളോടോ അവരെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കി നിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞ് ഒരു അഡിക്ഷൻ ആക്കി വെച്ച് നമ്മൾ അങ്ങ് അതിനോട് ഒതുങ്ങി പോകുന്ന ഒരവസ്ഥ. അത് പിന്നീട് നമുക്ക് ഏത് കാലം വരെ നമുക്ക് നമ്മുടെ കരിയർ, നമ്മുടെ ഒരു പകുതി ഭാഗം നമ്മുടെ കരിയർ ആണല്ലേ. ഈവൻ അതൊരു വീട്ടമ്മയാണെങ്കിൽ പോലും നമ്മൾ കോൺഷ്യസ്ലി സെലക്ട് ചെയ്തതായിരിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു കർഷകനാണ്, അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചറാണ്. ഏത് തന്നെ ആണെങ്കിലും ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഏറി വന്നാൽ ഒരു 30, ഇന്നൊക്കെ 35 കരിയർ സ്വിച്ച് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. വീട്ടമ്മമാര് വീണ്ടും പഠിക്കുന്നു, അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് ഇടയ്ക്ക് വെച്ച് നിർത്തി കൃഷി അല്ലെങ്കിൽ ബിസിനസ് പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തി സക്സസ്ഫുൾ ആയിട്ട് പിന്നീട് പഠിച്ച് ടീച്ചിങ്, അല്ലെങ്കിൽ നമ്മൾ ഈ അടുത്തറിഞ്ഞു ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ റിട്ടയർ ആയതിനു ശേഷം നീറ്റ് എക്സാം എഴുതി വീണ്ടും ഡോക്ടർ ആവാൻ പോയി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, അതൊക്കെ എക്സെപ്ഷണൽ കേസ് ആണ്. പക്ഷെ നോർമലി നമ്മൾ പറയുമ്പോൾ 25 to 35 നമ്മൾ എങ്ങനെ ആയാലും ഒരു കരിയറിൽ സെറ്റ് ആവും. ഈ സെറ്റ് ആയി കഴിഞ്ഞിട്ട് മേ ബി പല അവസ്ഥ കാരണം ഒരു മനുഷ്യൻ ഞാൻ എന്താണ് എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴായിരിക്കാം? ഒരു 28 അല്ലെങ്കിൽ 30 വയസ്സ്, നമുക്ക് മക്കളായി കഴിഞ്ഞോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സക്സസ് സ്റ്റോറീസ് കേൾക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും. പണ്ട് ഇവളേക്കാൾ അല്ലെങ്കിൽ ഇവനേക്കാൾ ഞാൻ ഇത്ര മെച്ചപ്പെട്ടതായിരുന്നു. എന്നിട്ട് നമ്മള് ഈ പലരും നിർബന്ധിച്ച കാരണം ഇതാണല്ലോ തിരഞ്ഞെടുത്തത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥ വളരെയധികം നമ്മളെ പിന്നീട് നമുക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി നിന്നിട്ട് ഉണ്ടാവുന്ന തിരിച്ചറിവുകൾ, അതിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ ഇറ്റ്സ് ഓക്കെ, നമ്മള് ഇപ്പൊ ഇവിടെ എത്തി അല്ലെ. ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കാം? നമ്മൾ അതാണല്ലോ. ആക്ച്വലി നമ്മൾ പറയും യൂത്ത് ആണ് ഈ സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യുന്നത്, അവരാണ് ഭാവി. ആക്ച്വലി അങ്ങനെ പറയാൻ പറ്റുമോ? രണ്ടുപേരുമാണ്. യൂത്ത് ആണ്, ആ യൂത്തിന്റെ പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻസ് ആയിട്ടുള്ള നമ്മളുമാണ് അല്ലെ. ഒരു കുട്ടിക്ക് മേ ബി ഇന്ന് ഏറ്റവും കൂടുതൽ ആരാണ് കരിയർ എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാനും കൂടിയാണ് അല്ലെ. അല്ലെങ്കിൽ 90% പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്? ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് കല്യാണം നടത്താൻ നമ്മൾ കൊടുക്കും. അത് സ്റ്റാർട്ടിങ് ഒരു 50,000 മുതലൊക്കെ, ഈവൻ ഏറ്റവും മിനിമം 30,000 ഒക്കെ എത്തിയിട്ടുണ്ട്. അവർക്ക് 2 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ മേ ബി തുടങ്ങുന്ന ജോലി അല്ലെ, അത് തുടങ്ങി കഴിഞ്ഞാല്
അത് തീരുമ്പോഴേക്ക് മേ ബി 1 month ഒക്കെ തുടങ്ങുന്നതുണ്ടോ അല്ലേ? അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ കഴിവ് യൂസ് ചെയ്ത് അവരുണ്ടാക്കുന്നത് പലപ്പോഴും ലക്ഷങ്ങളാണ് പെർ ഡേ. ഏത് ജോലിയും നമ്മൾ പറയുമ്പോൾ ഒരു കളക്ടറുടെ സ്റ്റാർട്ടിങ് സാലറി 45 ടു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 46 ടു സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആൾക്ക് വേറെ പെർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മന്ത്ലി കിട്ടുന്ന സമയത്ത് ഒരു ക്യാബിനറ്റ് സെക്രട്ടറിക്ക് പോലും 2.5 lakhs കിട്ടുന്ന സമയത്ത് ഫിലിം ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ചിത്രരചന, ആർട്ട് ഇൻഡസ്ട്രിയിലോ വരുന്ന ആളുകളുടെ സാലറി കണ്ടിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ജോബ് സെക്യൂരിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ പാടില്ല. ഈ ഒരു ഭയം കാരണം നമ്മുടെ കുട്ടിയുടെ ഉള്ളിലുള്ള നൈസർഗികമായിട്ടുള്ള കഴിവുകളെ അല്ലെങ്കിൽ നമ്മുടെ ഈ കൗമാരക്കാരായിട്ടുള്ള മക്കളുടെ കഴിവുകളെ നമ്മൾ ഇനി എന്തെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരോടെങ്കിലും മറ്റുള്ളവരുടെ മക്കളോട് അതൊന്നും കാരണം സ്വന്തം കുട്ടീനെ നമ്മൾ ചിലപ്പോൾ TTCക്കോ അല്ലെങ്കിൽ ഡോക്ടർ ആവാനോ നീറ്റിന്റെയോ മറ്റോ കോച്ചിങ്ങിന് വിട്ടിട്ട് നമ്മൾ മേ ബി പറയുന്നുണ്ടാവും, ഞാൻ അവനെ അങ്ങനെ വിട്ടു അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു, അവൻ ഇന്ന് BTech കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നു. മേ ബി നമ്മുടെ മക്കൾ പോലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഉപ്പ എന്നെ അങ്ങനെ വിട്ട അല്ലെങ്കിൽ അച്ഛൻ എന്നെ അങ്ങനെ വിട്ടതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടാവില്ല, ചോദിക്കാൻ പലപ്പോഴും ധൈര്യപ്പെട്ടിട്ടുണ്ടാവില്ല. പല സമയത്തും നമ്മുടെ ഫാമിലിയിലുള്ള പലരുടെയും മക്കളെ നേരത്തെ കല്യാണം കഴിച്ച കാരണത്താൽ നമ്മൾ നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി എന്ത്, ഓക്കെ എവറിത്തിങ്, ഇനി പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇനി എന്ത് എന്ന് എപ്പോഴും ആലോചിക്കുക. നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന സമയത്ത് ഈ ടോക്സിക് പോസിറ്റിവിറ്റി നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ നോക്കുക. സൊസൈറ്റി കാണിച്ചു തന്നത് തന്നെ അല്ല, ആ കുട്ടിക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഏറ്റവും ഓക്കെ ആയി തോന്നുന്നത് നമ്മളല്ല ഡിസൈഡ് ചെയ്യുക. ആ കുട്ടിയും അല്ലെങ്കിൽ ആ വ്യക്തിയും നമ്മളും കൂടി ചേർന്നാണ്. നമ്മുടെ ഒരു വാക്കും മതി. ഇപ്പൊ ഒരു നാട്ടിലൊരു കാരണവരുണ്ടെന്ന് വിചാരിക്കുക. നമ്മളോട് വന്നിട്ട് ഒരാൾ പറയണത്, എന്റെ മകൻ കല്യാണം കഴിക്കാൻ ഇന്ന കുട്ടിയാണ്. അപ്പൊ ആ കാരണവര് പറയാണ്, അനുഭവത്തിന്റെ വെളിച്ചത്തിലാട്ടോ പറയുന്നത്, കുട്ടി പഠിക്കുകയാണ്, നമ്മള് ഇന്ന വീട്ടിൽ കുട്ടി. അപ്പൊ കാരണവര് പറയണം, പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അടുക്കളയിലേക്ക് കിട്ടൂലട്ടോ, പഠിപ്പൊക്കെ വേഗം നിർത്തിക്കുക. അപ്പൊ ഇയാള് ചെറുപ്പം മുതലേ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാരണവരാ, നാട്ടിലെ പ്രമാണിയാ. ഇയാള് ഇത് മനസ്സിലിട്ടുകൊണ്ട് നടന്നു. മരുമകള് വന്നു, അവള് പഠിക്കാൻ പോകുന്നു. ഭാര്യയാണെങ്കിൽ മരുമകള് വന്നിട്ടൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ, വീട്ടിലെ കാര്യങ്ങൾ ഹൗസ് കോഴ്സ് അല്ല ഈ കുട്ടി ചെയ്യുന്ന വിചാരിച്ചിരിക്കുന്നു. ഈ കുട്ടിക്ക് പിന്നെ എന്തായിരിക്കും? അപ്പൊ ഇതുപോലുള്ള നമ്മുടെ സംസാരം പോലും സൊസൈറ്റിയിൽ നമ്മൾ അറിയാതെ പല റൂൾസും റെഗുലേഷൻസും ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി കടക്കാതിരിക്കുക. അവരുടെ കാര്യം അവര് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്യോർ പോസിറ്റിവിറ്റി, ടോക്സിക് പോസിറ്റിവിറ്റി സൊസൈറ്റിയിൽ ഇൻജെക്ട് ചെയ്യാതെ പ്യോർ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഓറ, എന്ന് പറയുന്ന ഒരു ട്രഡീഷൻ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം എന്നതിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം. എന്ത് നെഗറ്റീവ് അതിനകത്തുള്ളത്? ഒരു നെഗറ്റീവും ഇല്ല അതിനകത്ത്. എന്നാൽ നമ്മുടെ അറിവ്, ഇത്രയും കാലത്തുള്ള നമ്മുടെ അറിവും കഴിവും നമുക്ക് അവർക്ക് ഉപദേശിക്കാം. വരും വരായികകള് പല കാര്യങ്ങളിലും, ഒരു ബിസിനസ് നടത്താനാണെങ്കിലും, ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനാണെങ്കിലും, ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിനാണെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം എന്നതിലപ്പുറം നിർബന്ധിച്ച് സൊസൈറ്റിയിൽ ഒരു ഗുണമില്ലാത്ത ഒരുപാട് ട്രഡീഷൻസ് ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം ബ്രേക്ക് ചെയ്യാം. എന്നാൽ നിറഞ്ഞ നിങ്ങൾ ഇപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഈ ഒരു ഹൈ പോസിറ്റിവിറ്റി ഉള്ള വേറെ ഒരു കൂട്ടരുണ്ടാവാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ മോർണിംഗിലേ സ്റ്റാർട്ട് ചെയ്തതാണ് വിത്ത് പോസിറ്റിവിറ്റി. സോ നമുക്ക് സ്വിച്ച് ചെയ്യാം അടുത്ത ടോപ്പിക്കിലേക്ക്. സക്സസിന്റെ 3 ഇനം. ഇത് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും അല്ലെ? കംഫർട്ട് സോൺ, ലേൺഡ് ഹെൽപ്ലെസ്നെസ്, പാത്ത് ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ്. കംഫർട്ട് സോൺ ഓക്കെ, ഇന്ന് എനിക്കൊന്ന് നടക്കാൻ പോകണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ നമ്മുടെ ബെഡും
അല്ലെങ്കിൽ നമ്മുടെ ചായയും അല്ലെങ്കിൽ ഒരു TV പ്രോഗ്രാമും നമ്മളെ കംഫർട്ട് സോണ്. അവിടെ നമ്മൾ മാടി വിളിക്കുകയാണ്, ഇന്ന് പോകണ്ട നാളെ പോവാം. ഇത് തന്നെയാണ് സിംപ്ലി കംഫർട്ട് സോൺ. പഠിക്കാനിരിക്കുന്ന കുട്ടി ഫോൺ എടുക്കുന്നു, ചാരി കിടക്കുന്നു, ആ ഫോണിൽ നോക്കിയിരിക്കുന്നു. അതാണ് ആ കുട്ടിയുടെ കംഫർട്ട് സോൺ. അതങ്ങ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചവരെ ഇന്ന് എവിടെയും എത്തിയിട്ടുള്ളൂ, നമുക്കതറിയാം. അതുപോലെ തന്നെ ലേൺഡ് ഹെൽപ്പ്. നമ്മളൊരു കുട്ടിയുടെ, ഒരു പെൺകുട്ടിയുടെ, ഫോർ എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നിയതാണ്, ആ കുട്ടിയുടെ ഉള്ളില് കെട്ടിച്ചു വിടാം, കല്യാണം കഴിക്കാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മേ ബി അവളുടെ കസിൻസോ എൽഡർ സിബ്ലിങ്സോ അങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ടാവും. പഠിത്തത്തിൽ നിന്ന് മാറി, പഠിത്തം അങ്ങനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇനി ഞാൻ പഠിച്ചില്ലെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആ കുട്ടി അങ്ങ് പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അതല്ല, ഒരു പയ്യൻ, ഇല്ലെങ്കിൽ എനിക്ക് ഗൾഫിൽ പോവാം, ഇല്ലെങ്കിൽ ഞാൻ ബിസിനസ് നടത്തും. ഇതാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ഈ ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിനെ നമ്മൾ തന്നെ ഇല്ലാതാക്കും. പാത്ത് ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ് എന്താണ്? ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി നമ്മൾ അങ്ങ് തെരഞ്ഞെടുക്കും, അല്ലെ? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടി, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം നല്ല മാർക്ക് വാങ്ങുന്ന പല കുട്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈസി ആയിട്ട് പെട്ടെന്ന് സെറ്റിൽ ചെയ്യാവുന്ന ജോബുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ISRO സയന്റിസ്റ്റുകളെല്ലാം സൗത്ത് ഇന്ത്യൻസ് ഉണ്ട്. ഏറി വന്ന തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങി കർണാടക, ഈ ഒരു ഭാഗത്ത് മലയാളീസ് വളരെ കുറവ്. നമ്മളെ എന്നോ എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ റേഷ്യോ എടുക്കും, നമ്മൾ എങ്ങനെ അതിനകത്ത് കയറിയാൽ നമുക്കറിയാം ടോപ്പ് ലെവലിൽ വരെ നമ്മൾ അധികവും എത്താറുമുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ ഫിസിക്സോ കെമിസ്ട്രി അതുപോലെയുള്ള ഇതില്, അല്ലെങ്കിൽ ഇൻ കേസ് ആർട്സ് സബ്ജക്റ്റുകളിൽ മികവ് കാണിക്കുന്ന ചില കുട്ടികൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ഇതിലൊന്നും കഴിവില്ലെങ്കിലും സോഷ്യൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസ് അല്ല, സോഷ്യൽ അല്ലെങ്കിൽ ജിയോഗ്രഫി പോലുള്ള ആർട്സ് സബ്ജക്റ്റുകളിൽ മികവ് കാണിക്കുന്ന കുട്ടികൾ എന്തുകൊണ്ട് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നില്ല? ഏറ്റവും ടോപ്പ് ലെവൽ അങ്ങ് ചിന്തിക്കുക. ഈവൻ നമ്മൾ നടക്കാൻ ഇറങ്ങണം, അതൊക്കെ മാറ്റില്ല, നമ്മള് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ നടക്കാൻ ഇറങ്ങുകയാണ്. ഞാന് ഇന്ന് 1 കിലോമീറ്റർ നടക്കുന്നു, തിരിച്ചു വരുന്നു, എന്നും ഇത് എന്തുകൊണ്ട്? അപ്പൊ നടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് അധികരിക്കണം. ഇനി അവിടെ നിന്ന് അപ്പൊ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് കൺട്രോള്, നമ്മൾ കഴിക്കുന്ന രീതികൾ ഒന്ന് മാറ്റണം. ഇങ്ങനത്തെ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ, അതോ ഏറ്റവും എളുപ്പമുള്ള ലീസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിനെ ഓരോ ദിവസം, ഒരു ദിവസം പോലും ലേറ്റ് ആവുന്നില്ല എന്നുള്ള സത്യം ഉണ്ടല്ലോ, അതായത് ഇന്ന് തുടങ്ങിയാൽ അതാണ് സ്റ്റാർട്ടിങ്. പിന്നീട് കൺസിസ്റ്റൻസി, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നത് മാത്രം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുന്ന കാര്യമാണെങ്കിലും, ഈവൻ നിങ്ങൾ ഫ്രൂട്ട്സ് ഇൻടേക്ക് ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും, നമ്മള് ചെറിയ കുട്ടികൾ മുതൽ എത്ര പ്രായമായവർ വരെ കാണിക്കുന്നതാണ്, പെട്ടെന്ന് സ്നാക്സ് എടുത്ത് കഴിക്കുന്നു, ഈവനിങ് നമ്മുടെ ചായ കുടി, അതിൽ നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ ആണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും. എന്നാൽ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഇന്നൊക്കെ ഒരു സംഭവം ഉണ്ടാവല്ലോ, റംബൂട്ടാനല്ല, എന്താണത്, ടേസ്റ്റ് ഇല്ല ഡ്രാഗൺ ഫ്രൂട്ട്. ഇതൊക്കെ കൃഷി ചെയ്യാൻ പലരും തുടങ്ങിയിട്ടുണ്ട്. റിച്ച് ആണ്, ടേസ്റ്റ് ഇല്ലെങ്കിലും. നമ്മൾ ആരെങ്കിലും നമ്മുടെ സ്നാക്ക് ഐറ്റംസിന് പകരം വീട്ടിലുണ്ടാക്കിയ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമുക്ക് ഉണ്ടാക്കിക്കൂടെ? എന്തിനാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത്? അതൊരു പാത്ത് ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ്. നമുക്കത് പറ്റില്ല, നമുക്കത് കാശുണ്ട്, നമ്മൾ പോയി മേടിക്കും. എന്നാൽ അതിന് പകരം മൊത്തം നമ്മൾ വരുന്ന തലമുറ, നമുക്ക് വരാൻ പോകുന്ന തലമുറയ്ക്ക് പോലും ഈ ഒരു നമ്മളെ എന്താ പറയാ, ഈ പെസ്റ്റിസൈഡ്സിന്റെ ആ ഒരു ചെയിന് നമ്മൾ അങ്ങ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒരു എഫേർട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ ഫുഡ് ആണെങ്കിലും നമ്മുടെ ദൈനംദിന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ എളുപ്പ വഴികളാണ് അല്ലെ എപ്പോഴും എടുക്കാറ്. പണ്ടൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് കൂടുന്ന എന്തുകൊണ്ടാ? നമ്മൾ എഫേർട്ട് ഇട്ട് ചെറിയ ഉള്ളി തന്നെ തൊലിക്കും.
നമ്മള് എത്ര വേണോ വെളുത്തുള്ളി അത്രയും എടുക്കും. പണ്ട് തക്കാളി കറി എങ്ങനെ ഉണ്ടാക്കിയിരുന്നത്? കടുക്, ഉലുവ, ചെറിയ ജീരകം, കുരുമുളക് ഇതെല്ലാം പൊട്ടിച്ച് ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ചതച്ച് അത് വഴറ്റി എന്നിട്ട് തക്കാളി ഇട്ട് മുളക് പൊടി ഇത്തിരി, അത് മുളകാണെങ്കിലും മിക്കവാറും വറ്റൽമുളക് അരച്ചതായിരിക്കും. എന്നിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി. നമ്മുടെ രസം തന്നെ. ഇന്ന് എങ്ങനെയാണ് കടുക് ഏറ്റവും ലീസ്റ്റ് റെസിസ്റ്റൻസ് പാർട്ട് എന്താണ്? ഫോർ എക്സാമ്പിൾ, കടുക് പൊട്ടിക്കുന്നു, കറിവേപ്പില ഇടുന്നു, സവാള അരിഞ്ഞിടുന്നു, തക്കാളി ഇടുന്നു, വഴറ്റുന്നു. സോ ഈ രണ്ടിന്റെ ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് അറിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ റെസിപ്പി ഫോളോ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു. അപ്പൊ നമ്മള് ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ഇങ്ങനെ അമ്മൂമ്മ ഉണ്ടാക്കുന്നതാ ടേസ്റ്റ്, അല്ലെങ്കിൽ എന്റെ അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എന്ന് പറയുമ്പോ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ മാറ്റം അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം. നിങ്ങൾ പലരും റിട്ടയർഡ് ആയവരോ അല്ലെങ്കിൽ വർക്കിങ്ങോ ആയിരിക്കാം. ഭാര്യയും വർക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഭാര്യയും റിട്ടയർഡ് ആയെങ്കിൽ അവർ വർക്കിംഗ് അല്ലാത്ത ഒരാള് 50s 60s എത്തിയിട്ടുണ്ടാവാം. ഈ ജെൻഡർ ഈക്വാലിറ്റി, ജെൻഡർ ന്യൂട്രാലിറ്റി ഒന്നും പറയുന്നില്ല. ഞാൻ പറയും, ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ പറയും, നമ്മുടെ അലക്കുന്ന കാര്യം, നമ്മളെ തുണി വിരിച്ചിടുന്ന കാര്യം, അതുപോലെ തന്നെ അടുക്കളയിൽ എന്തൊക്കെ ചെയ്യുന്നോ ഇന്ന് അത് ജെൻഡർ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തതല്ല. ഓക്കെ, എന്റെ വീടിനകത്ത് എന്റെ വൈഫിന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ മക്കളുടെ കൂടെ ഞാൻ ഇനി എല്ലാം ചെയ്യാൻ തുടങ്ങും. അയ്യോ വേണ്ട, എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ ടോക്സിക് പോസിറ്റിവിറ്റി. ഞാൻ കാരണവരാണ്, ഞാൻ ഈ വീട്ടിലെ നാഥനാണ്, ഞാൻ ആണാണ്. ഈ സംഭവം ഉണ്ടോ? ഇന്ന് അതിന് എന്ത് വാല്യൂ ഉള്ളത് എന്ന് ആലോചിക്കുക. അതേപോലെ തന്നെ എന്നാൽ അതിൽ നിന്ന് മാറി ചിന്തിച്ചാൽ വരുന്ന മക്കൾക്ക്, ആൺകുട്ടികൾ ഉണ്ടാവാം, അവർക്കും ഒരു പാഠമായിട്ട് വരുന്ന മരുമകൾ എന്ത് ചെയ്യും? താങ്ക് യു ഉപ്പ അല്ലെ താങ്ക് യു അച്ഛ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫുള്ളി പോസിറ്റീവായ നിങ്ങളോട് പറഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. പലരും അതിനെ പല രീതിയിൽ എതിർക്കും. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഫുള്ളി വായ അടപ്പിച്ച് ഞാനിങ്ങനെ കത്തിയടിക്കുകയാണ്. നിങ്ങൾ പലരും എല്ലാവരും ക്യാമറ ഓഫ് ചെയ്ത് 2 പേരും ഒഴികെ, ബഷീർ സാർ ആൻഡ് അബ്ദുൾ റസാഖ് സാർ ഒഴികെ. ഹായ് ജൂബി. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ പോസിറ്റീവ് ആവാൻ പറ്റുമോ നമ്മൾ അത് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ 3 പോയിന്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അതൊന്നുകൂടി ഒന്ന് സ്ട്രോങ് ആക്കും, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു വെള്ളം കുടിക്കാൻ പോവാനാണെങ്കിലും, ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഓൺ ആക്കാൻ പോവാണെങ്കിലും നമ്മൾ അങ്ങ് ചെയ്യാം. നമ്മൾ അങ്ങ് ചെറുപ്പമാവട്ടെ, അല്ലെങ്കിൽ ചെറുപ്പക്കാരാണെങ്കിൽ പക്വതയിലേക്ക് എത്തട്ടെ, എനർജറ്റിക് ആവട്ടെ. ഈ ഒരു കാര്യത്തിന് മെന്റലി ഫിസിക്കലി നമ്മൾ മാറും. ഇനി ഫൈൻഡ് യുവർ ഓൺ വേ. സിമ്പിൾ ആണ്. എന്ത് കാര്യത്തിനും നമ്മൾ ഈ പറഞ്ഞാൽ അതാണ് തുടക്കം മുതൽ ഈ ഒരു സൊസൈറ്റിയുടെ ഒരു കാര്യം ഇടുന്നത്. മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അതെന്നെ തിരഞ്ഞെടുക്കണ്ട. നമുക്ക് നമ്മുടേതായ രീതികൾ ഉണ്ടാവാം. നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് ഇതുപോലുള്ള ഡിസ്കഷൻസ് ആവാം. ഇപ്പൊ ഞാൻ പറയുന്നത് ഒന്നും അഫർമേഷൻസോ ഓർഡറോ ഒന്നുമല്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു തോട്ട് ഇട്ട് തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇന്നതാണ് ശരി എന്ന് പറഞ്ഞങ്ങ് തീർപ്പ് കൽപ്പിക്കുകയോ ഒരു ജഡ്ജ്മെന്റൽ പ്രൊവൈഡ് ചെയ്യുകയോ അല്ല. എന്നേക്കാൾ ഒരുപാട് കഴിവുള്ള, ഒരുപാട് പോസിറ്റീവായ കുറെ ആളുകളുടെ മുമ്പിൽ എന്റെ കുറച്ച് ഐഡിയാസ് ഒന്ന് ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കുന്ന നിങ്ങളുടെ വഴി എന്താണ് എന്നുള്ളത്. വഴി മാറി നടക്കുക എന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല. സൊസൈറ്റി അല്ല നമ്മളെ മാർക്കിടേണ്ടത്, നമ്മളാണ് നമുക്കുള്ള മാർക്കിടേണ്ടത്. ഏറി വന്നാൽ നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ പാർട്ട്ണർ, ഇവർക്ക് നമുക്കൊരു ചാൻസ് ഒക്കെ കൊടുക്കാം. ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് അസ്, നമ്മൾ തന്നെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന പോലെ ആരും സ്നേഹിക്കില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഞാൻ ലാസ്റ്റ്
ഒരു ഒരു അറ്റംപ്റ്റ് ഇടുന്നുണ്ട്. അതുവരെ നിങ്ങൾ അതെന്ത് അറ്റംപ്റ്റ് ആണെന്ന് ആലോചിക്കണ്ട. അത് ഭയങ്കര കോമഡിയാണ്. അതിലേക്ക് ഞാൻ എത്താം. അപ്പൊ നമ്മുടെ വഴികള് നമ്മള് തിരഞ്ഞെടുക്കുക. നമ്മുടെ മക്കളെ നോക്കണ്ടതിനും നമ്മുടെ മക്കളുടെ കല്യാണം നടത്തണ്ടതിനും അല്ലെങ്കിൽ നമ്മുടെ മക്കളെ എവിടെയെങ്കിലും ചേർക്കണ്ടതിനും അത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. നമ്മുടേതായ രീതി അതിനുണ്ടാവും. നന്നായി പഠിക്കണം, അതിനെക്കുറിച്ച് ഒരു റിസർച്ച് തന്നെ നടത്തിയിട്ടായാലും അത് നമ്മുടെ വഴിയിൽ ചെയ്യാം. എന്നിട്ട് അത് ഫെയിലർ ആയാലും നമുക്ക് എന്തുണ്ട്, സങ്കടമില്ല. ഞാൻ നന്നായി പഠിച്ചു, ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം, പക്ഷെ ദൈവം അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ കർമ്മ ഇങ്ങനെ പല കാരണങ്ങളാൽ അത് ഫെയിലർ ആയി. അപ്പൊ അങ്ങനെ ആയിരിക്കാം അതിന്റെ വിധി എന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. നേരെ മറിച്ച് മറ്റൊരാള് പറഞ്ഞിട്ട് നമ്മളത് ചെയ്തതിന്റെ സങ്കടം നമുക്ക് മാറുമോ? ഒരിക്കലും ഇല്ല, അല്ലേ? അടുത്തത്, തോൽവികളെ എപ്പോഴും എൻജോയ് ചെയ്യുക. അതെങ്ങനെയാ? കാരണം അതൊരു വലിയ നോളജ് ആണത്. അത് കാരണം അതിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയാലേ നമ്മൾ അറ്റംപ്റ്റ് ഇടുകയുള്ളൂ. ഇപ്പോ എന്റെ മോള് LSSന് ചേർത്തതിന് ഇന്നും വഴക്ക് പറയും. അവൾ ഒരു പരിപാടിക്കും ജോയിൻ ചെയ്യാത്ത ഒരു കുട്ടിയാണ്. ഞാൻ വിചാരിച്ചിരുന്നു അവൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന്. എന്റെ വാശി എന്നും വഴക്കാം. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു, ഞാൻ നാട്ടിൽ അധികം ഉണ്ടാവാറില്ല. ഒരു 50-50 ബാലൻസിങ് ആണ്. അപ്പൊ അവളൊന്ന് കരയുമ്പോൾ ഞാൻ എങ്ങനെയും രാജറാണി കയറി വരുന്നു, വീട്ടിലേക്ക് വരുന്നു, ഒന്ന് കെട്ടിപ്പിടിക്കുന്നു, ഒന്ന് ചില്ലാവുന്നു, തിരിച്ചു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അവളാണ് അൾട്ടിമേറ്റ്ലി കഷ്ടപ്പെടുന്നത്. അവൾ എന്നും ആ ഒരു കാര്യത്തിന് എന്നോട് വഴക്കാണ്. പക്ഷേ ആദ്യത്തെ എക്സാമിന് 10ൽ 2 മാർക്ക്, ഈ LSSന്റെ എക്സാമിന്. പിന്നീട് ഇന്നിപ്പോ അവള് ടോപ്പ് 5ൽ. സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര മാസമായി? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 6 മാസം എടുത്തു. ഓക്കെ. പക്ഷെ തോറ്റ് ആ തോൽവി കുട്ടിക്ക് ഭയം. പറയുമ്പോ ഇവിടെ ഇപ്പൊ എല്ലാവരും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ്. മിനിമം എന്റെ ഉമ്മ പോലും ഒരു പ്രീ ഡിഗ്രി, പണ്ടത്തെ പ്രീ ഡിഗ്രി ആണ്. അപ്പൊ ആരും എന്ത് ചെയ്യില്ല, ഇവിടെ മാർക്ക് കുറഞ്ഞതിന് വഴക്ക് പറയില്ല. എന്നിട്ടും മേ ബി സൊസൈറ്റി അല്ലെങ്കിൽ അതായത് ഫ്രണ്ട്സ് ആവാം, അവളിപ്പോ ഇന്ന് കാണുന്ന സൊസൈറ്റി എന്ന് പറയുന്ന 4ാം ക്ലാസ്സുകാരി കാണുന്നത് സൊസൈറ്റിയാണ്. അതായത് മാർക്ക് കുറഞ്ഞാൽ, തോറ്റാൽ എന്നതാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഇന്നിപ്പോ അവൾക്ക് അതൊന്നും പ്രശ്നമല്ല. കാരണം ഇന്നിപ്പോ മാർക്ക് എവിടെ കുറഞ്ഞു? പഠിച്ചിട്ട് എന്തുകൊണ്ട് ഓർമ്മയൊന്നുമില്ല? ഇന്ന് എന്നേക്കാൾ കൂടുതൽ LSS പഠിക്കുന്ന പിള്ളേരെ അറിയാം. ജനറൽ നോളജ് മൈന്യൂട്ട് കാര്യങ്ങളാണല്ലേ. ഒരു എക്സാം ഞാൻ എടുത്തു, എക്സാമ്പിൾ ആയിട്ട് എടുത്തു എന്ന് മാത്രം. ഇതുപോലെ തന്നെയല്ലേ ബാക്കി എല്ലാ കാര്യവും. 10ാം ക്ലാസ് ഈ ഒരു സമയത്ത് എത്തി നിൽക്കുന്ന ഒരു കുട്ടിയോട് നമുക്ക് പറയാം, സ്റ്റാർട്ട് ചെയ്യ്. ഇതുവരെ തുടങ്ങിയില്ലെങ്കിൽ അങ്ങ് തുടങ്ങും. തോറ്റോട്ടെ, നിന്റെ അറ്റംപ്റ്റ് നീ സ്റ്റാർട്ട് ചെയ്യും. തീർച്ചയായും നീ അത് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഏജ് എത്തി നിൽക്കുമ്പോൾ നമ്മൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ ഉപ്പ 62 ആണ് ആളെ. ആള് ജിമ്മിൽ പോകുന്നു, ആള് യോഗ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. ഈ വർഷമാണ് ആള് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഈ വർഷമാണ് ആള് സ്റ്റാർട്ട് ചെയ്തത്. ആള് പറയുന്ന ഞങ്ങളെല്ലാം നല്ല തടിയുള്ള പ്രകൃതിയുള്ളവരാണ്. അപ്പൊ ആൾക്ക് 1 കിലോ പോലും കുറഞ്ഞില്ല. പക്ഷെ ആള് ചാർജ് ചെയ്യുക, ആള് ഹാപ്പിയാണ്. ആളിപ്പോ കൃഷി ബാക്കി കാര്യങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ചാർജിങ് ആയിട്ട് പോകും. അപ്പൊ നമ്മള് തുടക്കത്തില് കൂടെയുള്ള പയ്യന്മാര് ജിമ്മന്മാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ആള് മേ ബി ഡൗൺ ആയിട്ടുണ്ടാവാം. ഇന്ന് ആള് അരമണിക്കൂറിൽ നിന്ന് 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ ഒന്നും ചെയ്താൽ ആൾ ടയേർഡ് ആവുന്നില്ല. സോ ആദ്യം എത്ര ആ ശ്വാസവും കിതപ്പും മറ്റുള്ളവർ കേൾക്കുന്നത്, വെള്ളം കുടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നത്, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ആൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ടും ആളത് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഫെയിലേഴ്സ് ഇറ്റ്സ് ഓക്കെ. നമ്മളൊന്ന് വീഴാൻ പോയി, നമ്മൾ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സിങ് ശരിയാവുന്നില്ല, മറ്റുള്ളവരല്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഹാപ്പി ആവും. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? നോ യുവർ സെൽഫ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും നമുക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന തിരക്കില്, അല്ലേ? നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം മേടിക്കുന്നത് മക്കളുടെ ഇഷ്ടത്തിനായി. ഒന്നിച്ചങ്ങ് മേടിക്കുമ്പോൾ നമ്മൾ കുറച്ച് പൈസ ലാഭമാണെന്നൊക്കെ കരുതിയിട്ട് നമ്മളെ ഇൻഡിവിജ്വലി നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ മേടിക്കാറുണ്ടോ പലപ്പോഴും? അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ
അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും. യാത്രകൾ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോ ഒരു 2-3 ഫങ്ഷൻസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം ബ്രേക്ക് ചെയ്ത് നമുക്ക് എന്താ വേണ്ടതെന്ന് തിരിച്ചറിയാൻ പറ്റണം. നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കണം. നമ്മളെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ വേറെ ആര് ചിന്തിക്കണം? നമുക്ക് എന്താ വേണ്ടത് എന്നത് നമ്മൾ തന്നെ ആലോചിക്കണം. ഒരു മിനിറ്റ്, ഞാൻ ചാറ്റ് ബോക്സ് ഓൺ ആക്കിയില്ല. എന്നോട് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആവാറായിട്ട്. ഓക്കെ. പിന്നീട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഡിസിപ്ലിൻ പതുക്കെ ഫോളോ ചെയ്ത് നിങ്ങളൊക്കെ നിങ്ങളോട് ഡിസിപ്ലിൻ പറയാന്ന് പറയുമ്പോൾ ടീച്ചർക്ക് ക്ലാസ് എടുക്കുന്ന പോലെയാന്ന് എനിക്ക് അറിയാൻ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നീട് നമുക്ക് മാറ്റം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പലതും ചെയ്യണമെങ്കിൽ നല്ല മാറ്റം നമ്മൾ വരുത്തണം. ലോകം മാറില്ല, നമ്മൾ തന്നെ മാറാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോ പിന്നീട് നമ്മുടെ സംസാര രീതി അല്ലേ, നമ്മുടെ സംസാര രീതി പലപ്പോഴും പലർക്കും വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങ് മിണ്ടാതിരിക്കുക. നല്ലതും പറയണ്ട, മോശമായതും പറയണ്ട എന്ന് പറയില്ലേ, ഈ 5 സെക്കൻഡ് എറ്റിക്വറ്റ് കൊണ്ട് നമുക്കത് അങ്ങനെ ചെയ്യാം. അതായത് നിന്റെ മുഖത്ത് എന്തോ അഴുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആൾക്ക് കേട്ട ആൾക്ക് അത് മാറ്റിക്കാം, ഇങ്ങനെ തുടക്കി വൈപ്പ് ചെയ്യാം. പക്ഷെ നീ തടിച്ചല്ലോ, നിന്റെ മുടി നരച്ചല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, ഒരു 5 സെക്കൻഡ് കൊണ്ട് മാറ്റാൻ പറ്റുന്നതാണോ? അല്ല. എങ്കിൽ അത് പറയാതിരിക്കുക. അത് പറയാനൊരു രീതിയുണ്ട്, അത് നിങ്ങൾക്കും അറിയാം, അത് ഫോളോ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്താലും മറ്റൊരാളുടെ കണ്ണില് നമ്മൾ മോശമായിരിക്കും. ഏതെങ്കിലും ഒരാളുടെ, നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്താലും ഏതെങ്കിലും ഒരാളുടെ കണ്ണില് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടില് നമ്മൾ മോശക്കാരിയോ മോശക്കാരനോ ആവാം. ഫോർഗെറ്റ് ഇറ്റ്. നമ്മളാണ്. നമ്മൾ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ലവ് യുവർ സെൽഫ്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മള് ലവിങ് അവർ സെൽഫ് ഈസ് സോ ഗുഡ്. നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടാൻ റെഡിയാണോ? ജസ്റ്റ് 2 വരി. റെഡിയാണ്. ഓക്കെ, ഞാൻ ലിറിക്സ് പറഞ്ഞു തന്നാല് ഞാൻ ഒരു പാട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റുമോ? ലിറിക്സ് പറഞ്ഞു തന്നാലോ? ഓക്കെ ഓക്കെ, അതെ. ഞാൻ പറഞ്ഞു നോക്കൂ, പറയൂ നോക്കട്ടെ. എനിക്കാണെങ്കിൽ പാട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനൊരു പാട്ട്, ഒരു ബോളിവുഡ് സോങ് ആണ്, പക്ഷെ ഒരു ഖവാലി ടൈപ്പ് ടച്ച് ഉള്ളതാണ്. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ മാം? തും നോക്കട്ടെ. ജോ യേ ജിന്ദഗി മേ, കേട്ടിട്ടുണ്ടോ ഇല്ല ആ ഇല്ല പാട്ട്? ഓക്കെ, ഇല്ല ഇല്ല ഇല്ല. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നടക്കുന്നതാണല്ലേ, ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാവോ? ഒരു 2-3 സെക്കൻഡ്, സോറി 2-3 മിനിറ്റേ എടുക്കുള്ളൂ. ഓക്കെ, പാട്ടല്ല പറയുവാണ് കേട്ടോ. സോറി ഫോർ ദാറ്റ്. എനിക്ക് ഞാൻ അറിയില്ല, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, അതുകൊണ്ടാണ്. എന്റെ ക്യാമറ ഓൺ ആയല്ലോ, എന്റെ ലാപ്പിലെ ക്യാമറ ഓൺ. പായാ മേനെ പായാ തോമേ റബ്ബിനെ മിലായ തോമേ, ആ പാട്ടാണ്. നിങ്ങൾക്ക് ട്യൂൺ അറിയാന്നറിയില്ല, ഞാൻ അതിന്റെ മലയാളം പറയാം. പായ പായാ മേനെ പായാ തോമേ, ഐ ഹാവ് അറ്റൈൻഡ് യു. നമ്മളിത് ആരോടാ പറയുന്നതെന്ന് അറിയോ? നമ്മുടെ ഭർത്താവിനോടോ കാമുകനോടോ വേറെ ആരോടും അല്ല, നമ്മളോടാണ്. നമ്മള് നെഞ്ഞത്ത് കൈ വെച്ച് കണ്ണടച്ച് തന്നെ നിങ്ങൾ ഇത് കേൾക്കണേ. പായാ മേനെ പായാ തുമ്മി, ഞാൻ നിന്നെ നേടിയിട്ടുണ്ട്. റബ്ബിനെ മിലായ തുമ്മി, ദൈവമാണ് നമ്മളെ തമ്മിൽ. നമ്മൾ നമ്മുടെ സ്വത്വത്തോടാണ് പറയുന്നത്. ദൈവമാണ് നമ്മളെ തമ്മിൽ ഒന്നിപ്പിച്ചത്. ഹാത്തോമേ സജായ തോമേ, നിന്നെ ഞാൻ എന്റെ ചുണ്ടുകളിലാണ് അണിഞ്ഞിട്ടുള്ളത്. നഗമേ സഗായ തോമേ, നിന്റെ കഥ ഞാൻ പാട്ടായി പാടുന്നു. വീണ്ടും പായാ മേനെ പായാ തുമ്മേ, നിന്നെ ഞാൻ നേടിയിട്ടുണ്ട്. സബ്സെ ചുപായ തുമ്മേ,
മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന്, എല്ലാവരുടെയും മുമ്പിൽ നിന്ന് നിന്നെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സപനെ ബനായ തുമേ, നിന്നെ ഞാൻ എൻ്റെ സ്വപ്നമായി എടുത്തു വെച്ചിട്ടുണ്ട്. നീന്തോ മേ ബുലായ തുമേ, എൻ്റെ ഉറക്കത്തിൽ പോലും ഞാൻ നിന്നെയാണ് വിളിക്കുന്നത്. അല്ലേ? നമ്മൾ നമ്മളെ അല്ലാതെ നമ്മൾ ആരെ വിളിക്കാനാണ്? തും ജോ ആയി ജിന്ദഗി മേ ബാത്ത് ബൻ ഗയി, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാം, എവറിത്തിങ് ബിക്കേം കംപ്ലീറ്റ്. ഇഷ്ക് മസ്ഹബ് ഇഷ്ക് മേരി സാത്ത് ബൻ ഗയി. ഇപ്പോ നീ വന്നതിന് ശേഷം പ്രണയമാണ് എൻ്റെ മതം, അതാണ് എൻ്റെ ജാതി. ഓക്കെ, എൻ്റെ ടോക്ക് ഞാൻ നിർത്തുവാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും പോയോ എൻ്റെ പാട്ട് കേട്ടിട്ട്? ഞാൻ ഇല്ല കൺക്ലൂഡ് ഇല്ല ഇല്ല, ചെയ്യാം. ഇവിടെ തന്നെ ഉണ്ട്. അല്ലേ? നമ്മളോടല്ലേ ഇത് പറയേണ്ടത് ആദ്യം, റൈറ്റ്? എൻ്റെ ക്യാമറയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മളോടാണല്ലോ അല്ലേ ഇതൊക്കെ പറയേണ്ടത്. തീർച്ചയായും നമ്മൾ നമ്മളോടാണ് പറയുന്നത്. ഇറ്റ്സ് ഓക്കെ. ഐ എം കൺക്ലൂഡിങ് വിത്ത് ലവ്. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. ഇനിയും ഇതുപോലുള്ള സെഷൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നല്ല പാടാൻ അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും നന്നായിട്ട് പാടിയിട്ടുണ്ട് മാം. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പം ഇനി നമുക്ക് ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിന് ഫീഡ്ബാക്ക് പറയാനുള്ള ടൈമാണ്. സോ നിങ്ങൾ 2-3 പേര് പെട്ടെന്നൊന്ന് ഫീഡ്ബാക്ക് പറയാവോ? റെഡി ആയിട്ടുള്ളവര്? മാജിക് മോർണിംഗ്. സിന്ധു മാം ഹായ് പറഞ്ഞോളൂ. മാം, നല്ല രസമുള്ള പാട്ടായിരുന്നു കേട്ടോ. പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞ് നല്ല പാട്ടാ പാടിയത്. സത്യം പറഞ്ഞാൽ ഈ ബി മാജിക്കിലേക്ക് വരുന്നതിന് മുമ്പ് വരെ ഞാൻ എൻ്റെ കാര്യം പറയാ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിരുന്നത്. നമ്മൾ നമ്മളെ സ്നേഹിച്ചിരുന്നില്ല. ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർക്ക് വേണ്ടി, വീട്ടിലെ മറ്റുള്ള അംഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുക. നമ്മളെ ഇഷ്ടത്തിന് നമ്മളൊരു പ്രസക്തിയും കൊടുത്തിരുന്നില്ല. പക്ഷെ ബി മാജിക്കിൽ വന്നതിന് ശേഷം ഇങ്ങണ്ട് സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കാനും നമ്മളെ സ്നേഹിക്കാനും തുടങ്ങിയത് ഇതിൽ വന്നതിന് ശേഷം. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് എവിടെ എത്തുമായിരുന്നില്ല. എപ്പോഴും കരഞ്ഞും സങ്കടം പറഞ്ഞും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നമ്മളെ ജീവിതം തീർക്കുമായിരുന്നു. പക്ഷെ ഇതിൽ വന്നതുകൊണ്ട് ഇപ്പൊ നമ്മളല്ല മാറി. മാം തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ ഒരു കമ്മ്യൂണിറ്റിന്റെ പ്രസക്തിയെ കുറിച്ച്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. താങ്ക് യു ബി മാജിക് മാം. എടുത്ത ക്ലാസ് അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ജെൻഡർ ഇക്വാലിറ്റി. എൻ്റെ വീട്ടില് എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. എൻ്റെ രണ്ടാമത്തെ മകൻ ഗൾഫിലാണ്. അവൻ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ എന്നെ അടുക്കളയിൽ നിന്ന് മാറ്റി നിർത്തും. അമ്മ മാറി നിൽക്ക്, ഞാൻ ചെയ്യാം. എന്നിട്ട് അന്നത്തെ പാചകം മുഴുവൻ അവൻ ഏറ്റെടുക്കും. എന്നിട്ട് അന്ന് വേണ്ട ഭക്ഷണമൊക്കെ അവൻ ഉണ്ടാക്കി തരും. അങ്ങനെയാണ് നമ്മളെ മക്കളെ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവര് അവിടെ പോയാലും ഒറ്റയ്ക്കാണല്ലോ. അതുകൊണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ്, അവരും വീട്ടില് എന്നെ നല്ല സഹായിക്കും എല്ലാ കാര്യങ്ങളിലും. അതിലും ജെൻഡർ ഇക്വാലിറ്റി നമ്മളിപ്പോൾ നിങ്ങൾക്ക് മാത്രം അടുക്ക് കയറാവുന്നൊന്നുമില്ല, എല്ലാവർക്കും കയറി ചെയ്യാം. അപ്പോ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ടുള്ളത്? ഒന്നെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. പെട്ടെന്ന് ഒന്ന് പറയാമോ? ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? വിളിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾ സ്വമേധയാ മുന്നോട്ട് വരും. മുഫീദ വിളിച്ചോളൂ ഓരോരുത്തർ. ഓക്കെ, ആതിര മാം. ആതിര മാം ഓക്കെ ആണോ? ഷാജൻ സർ. എല്ലാരും പോയോ? റസാഖ് സർ പറഞ്ഞോളൂ.
ഇതിലാരും ഇല്ലോന്നുണ്ടല്ലോ. അതെ, ആരും ഞാന് വിളിച്ചിട്ട് പുതിയ കേൾക്കുന്നില്ല. പുതിയ ആളുകളൊക്കെ പറയട്ടെ എന്നുള്ളവർക്ക് നമ്മൾ കുറച്ച് മാറി നിന്നാണ്. അപ്പൊ അവര് എനിക്കൊണ്ട് എന്നെക്കാളും വിളിച്ചിരിക്കുകയാണ്. എന്തായാലും സെൽഫ് ലവ് അതുപോലെ തന്നെ സെൽഫ് ടോക്ക് ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണെങ്കിലും സിന്ധു മാം പറഞ്ഞതുപോലെ ജീവിതത്തില് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ടതാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ. കാരണം എനിക്ക് തോന്നുന്നു 2002 മുതൽ ഞാൻ ഈ ഒരു പാതയിലാണ്. ജീവിതത്തിൽ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പുതിയ ലൈഫ് തുടങ്ങിയത് 2002 രണ്ടാമത്തെ മാസത്തിൽ. അത്രയും കറക്റ്റാണ്. കാരണം ആ ഒരു ഈ കമ്മ്യൂണിറ്റി വന്നത് 2019 ഈ കമ്മ്യൂണിറ്റി വരുന്നത് തോന്നുന്നു. 19 ഏരിയയിലേറ്റ് ആ കൊറോണ കാലത്താണ് ഇതിന്റെ തുടക്കം. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വന്നപ്പോൾ ഈ ഒരു വിഷയങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് ഈ കമ്മ്യൂണിറ്റിയിലാണ്. സെൽഫ് ലവ്, സെൽഫ് ടോക്ക്. അതിന് മുമ്പൊക്കെ നമ്മൾ കേട്ട് പരിചയമുണ്ട്. എങ്ങനെ ഈ ഹിപ്നോസിസത്തിൽ ഇത് പറയുന്നുണ്ട്. സെൽഫ് ലവിനെ കുറിച്ചും സെൽഫ് അഫർമേഷൻ എന്ന നിലക്കാണ് അവർ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ സ്വയം പറയുക, സ്വന്തത്തോട് ഹിപ്നോട്ടിസം ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവർ പഠിപ്പിച്ചു തന്നത്. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വർക്കിക്കെടുത്തുന്ന ഒരു പണിയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അത് സാധാരണഗതിയിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് മറ്റുള്ളവർ വർക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കാൻ ഇത് താരാട്ട് പാടിയാൽ മതി, ഹിപ്നോട്ടിസത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ പഠിച്ചത് ഇതിന് ശേഷം ഉപയോഗമായത് ഈ ബി മാജിക്കിൽ വന്നതിന് ശേഷം. എന്തായാലും ആ വിഷയത്തിൽ തന്നെ മാം സംസാരിച്ചത്. കാരണം സെൽഫ് ലവ്, സെൽഫ് ടാക്ക് ഈ സാധാരണഗതിയിൽ എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ആ പെൺകുട്ടി ഒന്നാമത്തെ കുട്ടി ഉണ്ടായത് ഏകദേശം എനിക്ക് കല്യാണം കഴിച്ചത്, അതായത് 91 കല്യാണം കഴിച്ചത്. 91 കുട്ടി ഉണ്ടായി. ആ കുട്ടി SSLCക്ക് പഠിക്കുന്ന കാലത്ത് ഈ പാരന്റ് മീറ്റിംഗ് ഉണ്ട്, അതായത് രക്ഷിതാക്കൾക്കുള്ള മീറ്റിംഗ് സ്കൂളിൽ. അപ്പൊ സാധാരണഗതിയിൽ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറയാറുള്ളതാണ് ഐ ലവ് യു എന്ന്. അപ്പൊ ആ ഒരു രീതി പെട്ടെന്ന് മൈൻഡിൽ നിന്ന് പോകാഞ്ഞിട്ടായിരിക്കും സ്കൂളിലേക്ക് കയറി ചെന്നപ്പോൾ ഇവളെ എന്നെ കണ്ട് ഓടി വരികയും ആ വരുന്ന സമയത്ത് ഞാൻ ഐ ലവ് യു എന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട ടീച്ചർ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. കാരണം ഞാനന്ന് നല്ല അത്യാവശ്യം യുവാവാണ്. 20ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചുകൊണ്ട്. ഇപ്പൊ നിയമവിരുദ്ധമാണെങ്കിലും അന്ന് നിയമവിരുദ്ധമല്ല. അപ്പൊ 21ാമത്തെ വയസ്സിലാണ് എനിക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് ഒരു 15 വയസ്സ് തന്നെ അതിനത്രയും വലിയ പ്രായമൊന്നും ഇല്ലല്ലോ. അപ്പൊ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. കാരണം എൻ്റെ ഒരു ചേലും കോലും ആ പാൻറ്റും ഷർട്ടൊക്കെ കണ്ടു. പെട്ടെന്നൊരു പെണ്ണിനെ കൂടെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ആരാണ് ശരിക്ക്, പാരന്റ് ആണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളത് സംശയിച്ചു. അങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോ അവൾ തന്നെ പറഞ്ഞത് എൻ്റെ ഉപ്പയാണ്. അപ്പൊ പിന്നെ എന്താണ് ഈ ഐ ലവ് യുവിന്റെ കേസ് എന്താണെന്ന് ചോദിച്ചപ്പോ അത് ഞങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഈ സെൽഫ് ടോക്ക് എന്ന് മാത്രമേ സ്വന്തമല്ല, മറ്റുള്ളവരോട് എന്ത് പറയുമ്പോൾ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. ഈ ലവ് തെറാപ്പി എന്നുള്ള തെറാപ്പി ഉണ്ട്, മാമിനെ അറിയാം. ഞാൻ മറ്റൊരാളോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാകുക എന്നുള്ളത് അവിടെ ശരിക്കും കാണാം. നമുക്ക് ബി മാജിക്കിലുള്ള ഒരുവിധപ്പെട്ട മെമ്പർമാരൊക്കെ അത് അനുഭവിച്ചവരുമാണ്. അപ്പോ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട വിഷയമാണ്. മാം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. ഇതിന് വളരെയധികം നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്നാ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ, ടൈം ഒരുപാടായില്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഇന്ന് നല്ലൊരു മൈസെൽഫിനെ കുറിച്ച് നല്ലൊരു സെഷൻ എടുത്ത സെമീന മാമിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത ബി മാജിക് മെമ്പേഴ്സിനും എല്ലാവർക്കും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you, ma'am. Thank you all. Thank you. Thank you very much. Thank you, ma'am. Thank you, ma'am. Thank you all. താങ്ക് യു മാം, താങ്ക് യു.